നമസ്കാരം, ഏവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ള കാര്യമാണ്. ആദ്യം തന്നെ പറയട്ടെ, എയർ ഫിൽറ്റർ വണ്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ലങ്സ്, അതായത് ശ്വാസകോശം വായുവിനെ ഉള്ളിലോട്ടെടുക്കുന്നു, എന്നിട്ട് അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡസ്റ്റ് അങ്ങനെയുള്ളതിനെ പ്യൂരിഫൈ ചെയ്യുന്നു. അതുപോലത്തെ സെയിം ഫങ്ഷനാണ് നമ്മുടെ വണ്ടിയിലുള്ള എയർ ഫിൽറ്റർ ചെയ്യുന്നത്. അതായത് വെളിയിൽ നിന്നുള്ള എയറിനെ ഫിൽറ്റർ ഔട്ട് ചെയ്തിട്ട് എഞ്ചിനിലോട്ട് സപ്ലൈ ചെയ്യുവാണ്. ഇപ്പോൾ എയർ ഫിൽറ്റർ ക്ലീൻ അല്ലെങ്കിൽ, അതായത് എയർ ഫിൽറ്റർ ഡസ്റ്റ്, പൊടി ഒക്കെ ഓവർ ദ ടൈം അതിലിങ്ങനെ അടിഞ്ഞുകൂടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്യൂവൽ എഫിഷ്യൻസി, അതായത് മൈലേജ് ഡ്രോപ്പ് ആവും. രണ്ടാമത് തന്നെ വണ്ടിയുടെ പിക്കപ്പും കുറയും. മൈലേജും ഡ്രോപ്പ് ആവും, പിക്കപ്പും കുറയും. അപ്പം ഒരു 5000 കിലോമീറ്റർ ഓടുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ സർവീസിങ്ങിനാണെങ്കിൽ അവർ റീപ്ലേസ് ചെയ്യും. അപ്പം നമ്മൾക്ക് തന്നെത്താനെ അതിനെ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ കൂടുതൽ പൊടി ഒക്കെയുള്ള ഒരു ഏരിയയിലാണ് താമസിക്കുന്നത്, അങ്ങനത്തെ ഒരു ഏരിയയിലാണ് വണ്ടി റൺ ചെയ്യുന്നതെങ്കിൽ ഇതിനെ ഒരു 4000-5000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് തന്നെത്താൻ ഇത് ക്ലീൻ ചെയ്യാവുന്നതാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എയർ ഫിൽറ്ററാണ് ആക്ച്വലി വെളിയിൽ നിന്ന് എയറിനെ എടുത്തിട്ട് അതിലെ പൊടിയെല്ലാം ഫിൽറ്റർ ഔട്ട് ചെയ്തിട്ട് എഞ്ചിന് കൊടുക്കുന്നത്. അപ്പം ഓവർ ദ ടൈം അതിലിങ്ങനെ പൊടിയും മണലും ഒക്കെ അടിയും. അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ എഞ്ചിന് പ്രോപ്പർ എയർ സപ്ലൈ കിട്ടത്തില്ല. അത് കാരണം കൂടുതലായിട്ട് ഫ്യൂവൽ ബേൺ ആവും. അതുകൊണ്ടാണ് നിങ്ങളുടെ മൈലേജും ഡ്രോപ്പ് ആവുന്നത്. പിന്നെ രണ്ടാമത് തന്നെ വണ്ടിയുടെ പിക്കപ്പും കുറയും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന നമ്മൾക്ക് നമ്മുടെ എയർ ഫിൽറ്ററിനെ സ്വന്തമായിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ള കാര്യമാണ്. അപ്പം ഇതിപ്പോൾ എൻ്റെ വണ്ടിയിലാണ് ഞാൻ കാണിക്കുന്നത്. പല വണ്ടിയിലും എയർ ഫിൽറ്റർ തുറക്കുന്നതിന് സ്ലൈറ്റ് ഒരു ഡിഫറൻസ് കാണും. അപ്പം എന്തായാലും നമ്മൾക്ക് ഈസി ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യവുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ തുടരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്കൊരു സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത്. ഇപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ വണ്ടിയുടെ സ്പെയർ പാർട്ടിൽ നിന്ന് നമ്മൾക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കാവുന്നതാണ്. സ്ക്രൂ ഡ്രൈവർ അതിനെ എടുക്കട്ടെ. സ്ക്രൂ ഡ്രൈവർ എടുത്തതിന് ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ പറയട്ടെ, സാധാരണ വീട്ടിലുള്ള സ്ക്രൂ ഡ്രൈവർ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എല്ലാ വണ്ടിയിലും ഈ എയർ ഫിൽറ്ററിൻ്റെ കമ്പാർട്ട്മെൻറ്റ് തുറക്കാനായിട്ട് സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം വരില്ല. ഇപ്പോൾ വാഗ്നർ ആണെങ്കിൽ വാഗ്നറിലാണെങ്കിൽ നമ്മൾക്കിതിൻ്റെ ആവശ്യം വരില്ല. കാരണം അവിടെ ക്ലിപ്പ് പോലെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വാഗ്നറിലും ഓൾട്ടോയിലും അങ്ങനെയാണെന്നാണ്, എന്നാലും ഞാൻ കൺഫേം അല്ല. പിന്നെ ഈ ക്ലിപ്പ് പോലത്തെ, പിന്നെ ഇപ്പം ഞാൻ കാണിക്കാം. ബോണറ്റ് തുറക്കുന്ന കാര്യം ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇങ്ങനെ സൈഡിൽ, ഡ്രൈവറിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ അടിയിലായിട്ട് ചെറിയൊരു ക്ലിപ്പ് കാണും. അപ്പോൾ ആ ലിവറിന് ജസ്റ്റ് നിങ്ങളൊന്ന് പുള്ളി ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബോണറ്റ് തുറക്കും. ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്യുക, ബോണറ്റ് നിങ്ങളുടെ തുറക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ക്ലിപ്പ് വെച്ചാൽ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം വരില്ല എയർ ഫിൽറ്റർ കമ്പാർട്ട്മെൻറ്റ് തുറക്കാനായിട്ട്. പിന്നെ ഇനിയും ബോണറ്റ് തുറക്കാൻ ചെറിയൊരു ഹുക്ക് പോലെ കാണും. അതിന് നിങ്ങൾ സ്ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ നമ്മളൊന്ന് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഫീലാവും. അതിനൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ബോണറ്റ് തുറക്കാവുന്നതാണ്. ബോണറ്റ് തുറന്നതിന് ശേഷം ആ സ്റ്റാൻഡ് കൊണ്ട് സപ്പോർട്ട് ചെയ്ത് അതിനെ താഴോട്ട് സ്ലൈഡായി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഹുക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഹുക്ക് ചെയ്ത് വെച്ചു. ഇപ്പം ഈ ഒരു വണ്ടിയിലെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിലാണ് എയർ ഫിൽറ്റർ. ഈ ബോക്സ് പോലെ നമ്മൾക്ക് കാണാം, അവിടെ നിന്നൊരു പൈപ്പ് പോലെ കാണും. അതാണ് എയർ സത്യത്തിൽ സപ്ലൈ ചെയ്യുന്നത്. ചില വാഹനത്തിൽ ഈ എൻജിൻ്റെ സൈഡിലായിട്ടായിരിക്കും, അല്ലെങ്കിൽ ബാറ്ററിയുടെ പുറകിലോട്ടായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു എയർ പോകുന്ന ഒരു പമ്പ് പോലത്തെ ഇത് കാണാം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് സിറ്റുവേറ്റഡ് ആണ് എയർ ഫിൽറ്റർ. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിലെന്ന് പറഞ്ഞാൽ സ്ക്രൂ ഡ്രൈവർ ഇട്ട് മുറുക്കിയിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ചില വാഹനത്തിൽ ജസ്റ്റ് ക്ലിപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിപ്പാണെങ്കിൽ ഒന്നുകൂടെ ഊരാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിതിൽ ഊരി കാണിക്കാം. ഈ സ്ക്രൂ എല്ലാം നിങ്ങൾ അൺസ്ക്രൂ ചെയ്യുക. ഇപ്പോൾ സ്ക്രൂ ഉള്ള ഒരു
വണ്ടി ആണെങ്കിൽ നിങ്ങൾ സ്ക്രൂ ഊരുമ്പോൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കുക. കാരണം മുമ്പ് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രൂ ഒന്ന് താഴോട്ട് വീഴുവാണെങ്കിൽ ഈ ഇഞ്ചിൻ്റെ എവിടെയെങ്കിലും ഇടയ്ക്ക് പാട്ടി വീഴുവാണെങ്കിൽ നമ്മൾക്ക് അതിനെ തിരിച്ച് തപ്പിയെടുക്കാൻ വളരെ പാടായിരിക്കും. അപ്പോൾ എല്ലാ സ്ക്രൂവിനെയും നിങ്ങൾ അൺസ്ക്രൂ ചെയ്യുക. ക്ലിപ്പാണെങ്കിൽ അതിനെ അൺക്ലിപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ കമ്പാർട്ട്മെൻറ്റ് തുറക്കാവുന്നതാണ്. തുറന്നതിന് ശേഷം നമ്മൾക്കതിനെ പൊക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിന് ബാക്ക് ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഇതിനെ തുറക്കേണ്ട ആവശ്യമില്ല. കാരണം ജസ്റ്റ് 2-3 ഊരിയിട്ട് എനിക്ക് എടുക്കാവുന്നതാണ്. സ്ക്രൂ ഊരിയിട്ട് സ്ക്രൂ ആണെങ്കിൽ സൂക്ഷിച്ചെവിടെയെങ്കിലും വെക്കുക. ഞാനിപ്പോൾ ഇതിനെ ഇവിടെ വെക്കട്ടെ. അതുപോലെ തന്നെ 4 സ്ക്രൂ ഉണ്ട് ഇതിൽ. അടുത്തത് ഊരാം. ബാക്കിലേക്കുള്ളത് ഊരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അവിടോട്ട് എനിക്ക് റീച്ച് ആവത്തില്ല. അപ്പോൾ എന്തായാലും ഇതിൽ 3 സ്ക്രൂ ഊരിയിട്ട് ഈസി ആയിട്ട് പുൾ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും എയർ ഫിൽറ്റർ. അപ്പോൾ ഇതിൽ 3 ഊരേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അടുത്ത സ്ക്രൂ ഞാൻ ഊരുവാണ്, അൺസ്ക്രൂ ചെയ്യുവാണ്. സ്ക്രൂ എല്ലാം തന്നെ നിങ്ങൾ ഊരുക. അല്ലെങ്കിൽ ക്ലിപ്പാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലിപ്പിനെ നിങ്ങൾ ഊരിയെടുക്കുക. ഇപ്പം ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ സ്ക്രൂകൾ തന്നെ എല്ലാം അൺസ്ക്രൂ ചെയ്തു. സ്ക്രൂ ഇടയ്ക്ക് വീണ്ടും ഒന്ന് താഴെ പോയായിരുന്നു. ഈ തവണ ഏതായാലും സൈഡിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റി പെട്ടെന്ന്. അപ്പം എല്ലാ സ്ക്രൂവും ഊരിയതിന് ശേഷം നമ്മൾക്കിതിനെ പുള്ളി ചെയ്യാവുന്നതാണ്. ഇതിന് കമ്പാർട്ട്മെൻറ്റ് മാറ്റി വെക്കുക. അല്ലെങ്കിൽ എല്ലാ സ്ക്രൂ ഊരാതെ തന്നെ നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ അത് ഒടിയരുത്. ഫുള്ളായിട്ട് തുറക്കുന്നതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ പറ്റുന്നതുകൊണ്ട് ഞാൻ ഇനി എടുക്കുവാണ്. ഇപ്പം നമ്മൾക്ക് കാണാം, ഇതാണ് വണ്ടിക്കകത്ത് എയർ ഫിൽറ്റർ. ഇപ്പം നമ്മുടെ വണ്ടി ഇത് ഞാൻ അടുത്ത ദിവസം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിലധികം ഡസ്റ്റ് ഇല്ലാത്തത്. ഇപ്പോൾ ഒരു 4000-5000 അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റേഞ്ചിൽ വണ്ടി ഓടിക്കഴിയുമ്പം ഇതിൻ്റെ അടിവശം ഇവിടെ നിന്നാണ് എയർ മേലോട്ട് പോകുന്നത്. ഇവിടെ നിറച്ച് പൊടിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കതിനെ ക്ലീൻ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വാക്യൂം ക്ലീനർ വല്ലതും ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം പെട്ടെന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ആവും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തട്ടി ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇത് പിന്നെ ഒരു കാര്യം പറയട്ടെ, വെള്ളത്തിൽ നിങ്ങൾ കഴുകരുത്. കാരണം ഇതൊരു പേപ്പർ മെഷ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് വെള്ളത്തിൽ കഴുകുവാണെങ്കിൽ ഇത് കുതിർന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങളിതിനെ ഒന്ന് വാക്യൂം ക്ലീനർ വെച്ച് ഇതിനെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ തട്ടി ഇതിനകത്ത് പൊടി കളയാവുന്നതാണ്. ഈ ലെയറിനകത്ത് പൊടിയെല്ലാം തന്നെ കളയാവുന്നതാണ്. ഇപ്പം ഞാൻ അതിനെ തട്ടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ എടുത്ത പോലെ തന്നെ അതിനെ തിരിച്ച് ഫിറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ടൊന്ന് ക്ലീൻ ആയില്ല, ഞാൻ എന്തായാലും ഇതിനെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യും. വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. ഇപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ കമ്പാർട്ട്മെൻറ്റ് തിരിച്ച് എങ്ങനെ തുറന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നിങ്ങൾ അതിനെ തുറക്കുക. തുറന്നിട്ട് ഫിറ്റ് ചെയ്യുക. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടിയിലെ പല എഞ്ചിൻ്റെ ഈ ബോണറ്റിൻ്റെ പല സൈഡിലായിട്ടായിരിക്കും. എന്നാലും നിങ്ങൾക്കതിനെ ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നിട്ട് ക്ലിപ്പാണെങ്കിൽ ക്ലിപ്പ്, അല്ലെങ്കിൽ സ്ക്രൂ ആണെങ്കിൽ സ്ക്രൂ, അതിനെ ഊരിയിട്ട് വാക്യൂം ക്ലീനർ വെച്ചോ അല്ലെങ്കിൽ അതിനെ ഒന്ന് തട്ടി നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 4000-5000 കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇതിൽ നിങ്ങളുടെ എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂടും. നിങ്ങളുടെ മൈലേജ് ഡ്രോപ്പ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇതിനെ ക്ലീൻ ചെയ്തതിന് ശേഷം മൈലേജിൽ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ വണ്ടിയുടെ പിക്കപ്പും നിങ്ങൾക്ക് ബെറ്റർ ആകും. അപ്പം വീഡിയോ കണ്ടതിന് വേണ്ടി വളരെയേറെ നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതേപോലത്തെ ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കണ്ടതിന് വേണ്ടി വളരെയേറെ നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.